സമുദായത്തിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിക്കരുതെന്ന് സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ. സമസ്തയുടെ നയങ്ങൾക്കെതിരായി ഒന്നും ഉണ്ടാകാൻ പാടില്ല. തർക്കം തുടങ്ങിയാൽ അടിച്ചമർത്താൻ പ്രയാസമുണ്ടാകുമെന്നും പട്ടിക്കാട് ജാമിയ നൂരിയ സമ്മേളനത്തിൽ ജിഫ്രി തങ്ങൾ പറഞ്ഞു. സമസ്തയിലെ ഒരു വിഭാഗം യുവനേതാക്കളെ പട്ടിക്കാട് ജാമിയ നൂരിയ സമ്മേളനത്തിൽ നിന്ന് ഒഴിവാക്കിയതോടെയാണ് ജാമിയ നൂരിയ സമ്മേളനവും വിവാദമാകുന്നത്. ഇതോടെ സമസ്തയിലെ ഒരു വിഭാഗം സമൂഹമാധ്യമങ്ങളിലടക്കം വലിയ പ്രതിഷേധവുമായി രംഗത്തു വരികയും പരസ്പരം ഏറ്റുമുട്ടുന്ന സാഹചര്യവുമുണ്ടായി. ഇതിനിടയിലാണ് സംസ്ഥാന അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ സമുദായത്തിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിക്കരുതെന്ന മുന്നറിയിപ്പുമായി രംഗത്തു വന്നത്. സമുദായത്തിൽ ഭിന്നിപ്പുണ്ടാക്കാനാണ് പലരും ശ്രമിക്കുന്നതെന്നും അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കം ഉണ്ടാകരുതെന്നും സംസ്ഥ മഹത്തായ പ്രസ്ഥാനമാണെന്നും തനിക്ക് പ്രസിഡന്റായി തുടരാൻ അർഹതയില്ലെങ്കിൽ തന്നെ മാറ്റാമെന്നും ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ പറഞ്ഞു. അപ്പോൾ നമ്മളിടയിൽ തർക്കങ്ങൾ ഉണ്ടാവുമ്പോൾ പല നന്മകളും നമുക്ക് തടയപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് പരസ്പരം അങ്ങുമിങ്ങും കലഹിക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കങ്ങൾ ഉണ്ടാക്കാതെ നമ്മൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന ഈ മഹത്താവുന്ന പ്രസ്ഥാനം അതിവിടെ സ്ഥാപിക്കപ്പെട്ട കാലം മുതൽ തന്നെ അത് സ്വീകരിച്ചു പോരുന്നതായ ഒരു നയം, അത് സ്വീകരിച്ചു പോരുന്നതായ അതിൻ്റെ ചില തീരുമാനങ്ങളും ചില പ്രവർത്തന രീതിയൊക്കെ ഉണ്ട്. അപ്പോൾ അതിനൊക്കെ ഒരു നിലക്കുള്ള എന്തെങ്കിലും നിലക്കുള്ളതായ തകരാറ് സംഭവിക്കുന്ന പ്രവർത്തനം നമ്മൾ ആരിൽ നിന്നും ഉണ്ടാവാൻ പാടില്ല എന്നുള്ളത് പ്രത്യേകമായി കൊണ്ട് എല്ലാവരെയും ഉണർത്തുക. സമുദായത്തിന്റെ അസ്തിത്വം ഉയർത്തിപ്പിടിക്കാൻ ഭിന്നതകൾ ഒഴിവാക്കണമെന്ന സമ്മേളനത്തിൽ പങ്കെടുത്ത് സംസാരിച്ച പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. ഇരകോർത്തു കാത്തിരിക്കുന്ന ചൂണ്ടയിൽ സമുദായം വീഴരുത്. എല്ലാം വിവാദമാക്കാനാണ് ചിലർ ശ്രമിക്കുന്നതെന്നും സാദിഖ് അലി തങ്ങൾ പറഞ്ഞു. ഇപ്പോൾ പൗരത്വ വിഷയം വരുന്നു. പൗരത്വ വിഷയം നമ്മുടെ മാത്രം വിഷയമാണ്. എന്നാൽ നമ്മൾ മാത്രം അതിൽ ചിലപ്പോൾ ആ ചൂണ്ടയിൽ കുത്തിക്കൊണ്ടുവരും. ഇപ്പോൾ ഏക സിവിൽ കോഡ് എന്ന പന്ത് മുസ്ലിം കോർട്ടിലേക്ക് അടിക്കാൻ ശ്രമിച്ചവരിൽ നിന്നും തിരിച്ച് അത് സമൂഹത്തിന്റെ കോർട്ടിലേക്ക് തന്നെ നമ്മൾ അടിച്ചു കൊടുത്തു എന്നുള്ളതാണ്. പി.കെ. കുഞ്ഞാലിക്കുട്ടി, അബ്ദുസമദ് സമദാനി MP ഉൾപ്പെടെയുള്ളവരും മുസ്ലിം ലീഗിലെ ഒട്ടുമിക്ക MLA-മാരും പരിപാടിയിൽ പങ്കെടുത്തിരുന്നു. പരസ്യപ്പോര് ഒഴിവാക്കാൻ നേതാക്കൾ ആഹ്വാനം ചെയ്തെങ്കിലും ഭിന്നത തുടരുമെന്ന് തന്നെയാണ് സമൂഹമാധ്യമങ്ങളിൽ ഇരുവിഭാഗങ്ങൾ തമ്മിലുള്ള വാക്പോര് സൂചിപ്പിക്കുന്നത്. മീഡിയ 1 മലപ്പുറം.